നമസ്കാരം. അപ്പൊ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് കണ്ടന്റ് കൂടി ഇറങ്ങും തോന്നിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, അതായത് ഈ ജിത്തു ജോസഫിനും ആന്റണി പെരുമ്പാവൂരിനും ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ല നടൻ ആരെന്നറിയാമോ? അവന്മാര് കണ്ടുപിടിച്ച തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ റോക്കിയാണ്. റോക്കി എന്താ അഭിനയം! അഭിനയത്തിന്റെ ഓസ്കാറല്ലേ, ഒന്നൊന്നര അഭിനയം. ഒന്നാമത്തെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇടിച്ച് കപാലം പൊളിച്ചു കഴിഞ്ഞിട്ട് അവൻ കിടന്ന് കരയണം. ശരിക്കും ആ ഇടി കൊണ്ടവനാണ് കരയേണ്ടത്. ഇത് റോക്കി കിടന്ന് കരയണം. എന്താ അഭിനയവും! ഇമാതിരി അഭിനയം എന്റെ പൊന്നെ! ഓസ്കാർ എന്ന് ഒന്നല്ല കൊടുക്കുന്നത്, ഡബിൾ ഓസ്കാർ കൊടുക്കണം, ഡബിൾ ഓസ്കാർ. പിന്നെ അളിയൻ ആ ജിൻഡോന്റെ കൈ പെടാഞ്ഞ ഭാഗ്യം. അല്ലെങ്കിൽ കപാലം പൊളിക്കുമെന്ന് പറഞ്ഞ ആളുടെ പൊളിഞ്ഞാനെ. ഓരോ ദിവസവും കാത്തിരുന്ന് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. പിന്നെ ഓരോ ദിവസം വേണ്ടി കാത്തിരിക്കാൻ കല്യാണം കഴിക്കാൻ പോലെ അത് പോയേടപ്പം പോണെന്നെ പറഞ്ഞു വിട്ടു. എവിടെ നിൽക്കാൻ പറ്റിയ ആളല്ല, ഞാൻ പോകുന്നു. അപ്പൊ ഇതിപ്പോ മനസ്സിലാവുള്ള ഇവിടെ നിൽക്കാൻ പറ്റിയ ആളല്ലെന്നുള്ളത്. ഇത് മുൻപേ ഞങ്ങൾക്കൊക്കെ മനസ്സിലായ പൊന്നു റോക്കി. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പറ്റാതെ അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാവർക്കും പ്രശ്നം. എന്റെ പൊന്നു ബ്രോ, അവിടെയുള്ള ആ സോഫയൊക്കെ തല്ലി പൊളിക്കില്ലട്ടാ. പോരാത്തലിപ്പൊരുത്തന്നെ കപാലടിച്ച് പൊട്ടിച്ചിട്ടുള്ളൂ. നിനക്ക് അത്രക്ക് ദേഷ്യം വിഷമൊക്കെ വേറെ എന്തെങ്കിലും തല്ലിപ്പൊളിക്ക് ഞാൻ അത് തല്ലിപ്പൊളിച്ചപ്പോ അതിന്റെ ആശുപത്രി നീ കൊടുക്കേണ്ടി വരും. എന്താ തുള്ളപ്പനി? എന്താ തുള്ളൽപ്പനി? എന്താ തുള്ളണത്? എടാ പൊട്ടാ, നിന്നോട് ആയിന്ന് തന്നെ പറഞ്ഞില്ലേ വേഗം പോകാനായിട്ട്. പിന്നെ നീ ഇവിടെ കിടന്ന് മോങ്ങിട്ട് വല്ല കാര്യമുണ്ടാ? വെറുതെ അവിടെയുള്ള ആൾക്കാരെ വിഷമിപ്പിക്കാനായിട്ട്. പറ്റത്തില്ല, ഞാൻ പിന്നെ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. ഇത് മുഴുവനും കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാനെങ്കിലൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് എന്റെ പൊന്നു റോക്കി ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ നോവിച്ചിട്ട് പോലില്ല. ഒരു ചെറുക്കന്റെ കപാലം മാത്രമേ തല്ലിപ്പൊളിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഴക്കൂടിയിട്ടുണ്ട്. ആൽസേഷപ്പെട്ടിയാ എന്ത് കരച്ചിലാ റോക്കിത്! ശരിക്കും പറഞ്ഞ റോക്കി, നീ ബിഗ് ബോസിനെ കരയിപ്പിച്ചാണ് കേട്ടോ. നിന്റെ ഈ കരച്ചിലുണ്ട്, നിന്റെ അഭിനയം ഉണ്ടല്ലോ. പക്ഷെ എന്റെ പൊന്നോ, ഓസ്കാർ 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 ഉറപ്പാണ് നിനക്ക് കിട്ടും 2025. ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. അടുത്ത നമ്പറാ. എന്തുന്നാണ് ഇത്? ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. എന്റെ പൊന്നു റോക്കി, നീ നല്ലൊരു കച്ചവടക്കാരനാട്ടാ. നീ ആ ബിഗ് ബോസിനെ ആ ബിഗ് ബോസ് മറിച്ചുറ്റാനാ നീ. ഓക്കെ, കാണാം. ഇനി കണ്ട പൊന്നോ, വലിയൊരു വീരവാദമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കോടികളുണ്ട്, എന്റെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ഞാനൊരു 500 കിലോമീറ്റർ ഒറ്റടിക്ക് ഓടിക്കളയും, പിന്നെ ആനമുട്ട പൊഴിഞ്ഞതാണ് കഴിക്കാറെന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളിന്റെ ഉസ്താദ് ഒന്നൊന്നര തള്ളാണ്. കാര്യം എൻ്റെ കയ്യിൽ കുറെ പണമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രേക്ഷകരാ മറ്റേ പറ്റിക്കണേന് കുറച്ച് പരിമിതികളില്ലേ. ഒരാൾ ഇടിച്ച് അവന്റെ കപാലം പൊളിച്ചിട്ട് ഇത് മന്ദിരുന്ന് മോങ്ങയാണ്, മറ്റേ പട്ടി മോങ്ങണ വിട്ടണ മോങ്ങണത്. എന്നിട്ട് ഈ മോങ്ങലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ വന്നിട്ട് പറയണതാണ്, ഞാനന്ന് കരഞ്ഞത് അവന്റെ സങ്കടം കണ്ടുകൊണ്ടാണ്. ഇവനുണ്ടായ വിഷമല്ല, അവന്റെ സങ്കടം കണ്ടുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ബിഗ് ബോസിന് പുറത്താക്കിയ എനിക്ക് ഒട്ടും തന്നെ വിഷമമില്ല, അതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഒട്ടും തന്നെ വിചാരിക്കരുത്. അവൻ അതുകൊണ്ടല്ല കരഞ്ഞത്. റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ സിജോയെ എന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും. തള്ളെന്ന് പറഞ്ഞാൽ വായത്തള്ളിയുടെ ഉസ്താദാണ് ഈ റോക്കി എന്ന് പറഞ്ഞാൽ. ഇവർക്ക് ആദ്യം തന്നെ വന്നിടക്ക് മറ്റേ യാഷില്ലേ, KGF യാഷ്, അവനാണെന്നാണ് പറഞ്ഞിരുന്നത്. അവൻ സ്റ്റൈലാണെന്നാണ് പറഞ്ഞത്. റോക്കി ഭായ് ആണെന്നാണ് പറഞ്ഞത്, റോക്കി ഭായ്. പക്ഷെ പിന്നീടല്ലേ ഇവൻ മറ്റേ പിച്ച് കഴിഞ്ഞാൽ കരയണ ആളാണെന്ന് മനസ്സിലായത്. എന്റെ പൊന്നു, പ്രമോക്കിങ്ങിന്റെ ഉസ്താദാണ്. ഒരു ഗുണമില്ല. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു തരി ഗുണമില്ല. കുറെ ഫണ്ട് ഉണ്ട്, കാശുണ്ട്, അതുണ്ട്, മലമറിക്കണ ആളാണ്. പിന്നെ മലപ്പുറം കത്തി, ആനമുട്ട പൊഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞ കുറെ തള്ളിന്റെ തള്ളോട് തള്ളു. അതുമല്ല, അയാൾക്കും വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്, അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പുതിയൊരു ഐഡിയ ആയിട്ട് വന്നു. അതായത് അവന്റെ വാട്ടർ ബോട്ടിൽ, അതായത് 1ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആരുടെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത വാട്ടർ ബോട്ടിലായിട്ട് വന്നിട്ട് ഇത് ഞാൻ മറ്റേ ബിഗ് ബോസിനകത്ത് മറ്റേ വെള്ളം കുടിച്ചിരുന്ന മറ്റേ വാട്ടർ ബോട്ടിലാണ്, ഇതൊരു 3 കോടി രൂപയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരാം. പിന്നെ ഇവനെ ആരാണ് ഇവന്റെ വാട്ടർ ബോട്ടിൽ 20 രൂപ കൊടുത്ത കടയിൽ നിന്നിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ട് 3 കോടി രൂപ 2 കോടി രൂപ 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോയടക്കം. ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു നമ്പർ, പുതിയ നമ്പർ, അതായത് ഈ മറ്റേ ബിഗ് ബോസിൽ അവസാന ദിവസം എല്ലാവരും വിളിച്ചല്ല, അപ്പൊ ഇവനെ കുരി പൊട്ടിയിട്ട് വന്നാക്കണ വീഡിയോ ആയിട്ട്. അതായത് ഞാനിപ്പോൾ വന്നാക്കണത് എനിക്ക് വിഷമം കൊണ്ടൊന്നുമല്ല, എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഈ അവസാന ദിവസം എന്നെ വിളിച്ചിട്ടില്ല, അത് വിഷമമാണെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ പൊന്നു ബ്രോ, ശരിക്കും പറഞ്ഞാൽ ചങ്കിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ അവിടെ വെള്ളം, കണ്ണിലെ വെള്ളം ഒരു 5-8 ലിറ്റർ വെള്ളം തന്നെ കണ്ണി നോട്ടുണ്ടാവും. നിൻ്റെ മനസ്സ് കിടന്ന് ഉരുകിയെന്ന് ഞങ്ങൾക്കറിയാം. വലിയ വായത്തളം എന്നുള്ളത് നിൽക്കണ്ട, നന്നായിട്ട് സങ്കടമുണ്ട് എനിക്ക്, അത് ഞങ്ങൾക്കറിയാം. റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട, ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. നോ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, ഈ മറ്റേ KGF യാഷായിട്ട് നീ കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേട്ടാ. യാഷിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടുത്തെ തോട്ടിക്കളയും. എനിക്കറിയാം, പൊക്കി പോ.